സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 6 മിനിറ്റ് അതിഥികൾ ചുരുക്കി മറുപടി പറയുക. ആദ്യം ശ്രീ എം ലിജു, ഈ വിഷയത്തിൽ സംയുക്ത പ്രക്ഷോഭത്തിന് നിങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ. ഈ സർക്കാരിൻ്റെ ഒരു നടപടിയുണ്ടല്ലോ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട്, ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന ബാങ്ക്, അതിലും നിങ്ങൾക്ക് യോജിപ്പാണോ? ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത ബാങ്ക് അതൊരു വ്യത്യസ്തമായ വിഷയമാണ്. അത് പാർട്ടി ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടതാണ്. എങ്കിലും എനിക്ക് അതിനോട് യോജിപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പാർട്ടിയിലെ നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. 13 ജില്ലാ സഹകരണ ബാങ്കുകൾ നിങ്ങളുടെ അധികാരത്തിലുള്ളതാണ്, അത് പിടിക്കാനുള്ള നീക്കമാണ് എന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞല്ലോ, എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് വളരെ ഇപ്പം തന്നെ വിശദമാക്കിയിരിക്കുന്നത് പോലെ അത്തരമൊരു ബാങ്ക് എന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല, പ്രായോഗികവുമല്ല. അത് നിൽക്കട്ടെ, അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സംയുക്ത പ്രക്ഷോഭത്തിന്റെ ആയുസ് അത്രയേ ഉള്ളൂ. കേരളത്തിന്റെ സംയുക്ത പ്രക്ഷോഭത്തിന്റെ ആയുസ് അത്രയേ ഉള്ളൂ. അല്ല, സംയുക്ത പ്രക്ഷോഭം ഒരു പൊതുവിഷയത്തിലല്ല. അല്ല, സംയുക്ത പ്രക്ഷോഭം എന്നത് സംയുക്ത പ്രക്ഷോഭം എന്നത് നിലവിൽ കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി കേന്ദ്രം നടത്തുന്ന ആസൂത്രണമായ ശ്രമങ്ങൾക്കെതിരെയാണ്. അല്ല, ഞാൻ സംസാരിക്കട്ടെ, അതിനുശേഷം സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ മറുപടി പറയാം. ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, വളരെ ആസൂത്രിതമായി കേരളത്തിന്റെ സഹകരണ മേഖല തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ വേണ്ടത്ര പരിശോധനയില്ലെന്ന്. സഹകരണ വകുപ്പിന്റെ ഈ പറയുന്നത് കേട്ടാ തോന്നുക കേരളത്തിൽ മാത്രമാണ് സഹകരണ മേഖലയുള്ളതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ വി മുരളീധരൻ, കേരളത്തിലെ സഹകരണ മേഖലയും മറ്റ് സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? 1,80,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ഗ്രാമങ്ങളുടെ സ്വഭാവം, സാമൂഹ്യ സ്വഭാവം മാറ്റിയ വൻതോതിൽ വായ്പകളും മറ്റ് ആനുകൂല്യം കൊടുക്കുന്ന കേരളത്തിലെ സഹകരണ സംഘങ്ങളും മറ്റ് സഹകരണ സംഘങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്ത് പരിശോധനയുണ്ട് എന്ന്. സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള ഓഡിറ്റർമാർ വേണ്ടി മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നബാർഡ്, കാരണം കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും പ്രാഥമിക സഹകരണ ബാങ്കുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് നബാർഡിന്റെ വൻതോതിലെ ഫണ്ടിംഗ് കൊണ്ടാണ്. ആ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ പരിശോധനയ്ക്കും ഇത് വിധേയമാകുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എത്രമാത്രം പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ടല്ലോ. സ്ഥാപനങ്ങളുടെ പരിശോധനയും പോസ്റ്റ് ഓഫീസ് താരതമ്യം ചെയ്യാമോ? ഇവിടെ ഇപ്പോ സഹകരണ മേഖലയെ BJP മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ LDF UDF സംയുക്ത പ്രക്ഷോഭം വരാൻ പോകുന്നത്. ഈ സംസ്ഥാന ബാങ്കിന്റെ കാര്യം വരുമ്പോഴോ അതും ഐസക് പറയുന്നത് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണല്ലോ. അപ്പൊ ഈ ഐക്യം പോകില്ലേ? അല്ല, അത് ചില മാറ്റങ്ങൾ വേണ്ടി വരും. ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. സംസ്ഥാന ബാങ്കിലുമുണ്ട്, രൂപയുടെ കാര്യത്തിൽ സംസ്ഥാന ബാങ്ക് ആക്കുന്നതിലുമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ രണ്ട് കാര്യത്തിനകത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, 30,000 കോടി രൂപ ഈ പറയുന്ന 8-ാം തീയതിക്ക് മുമ്പ് ഇവിടെ നിക്ഷേപിക്കപ്പെട്ട കള്ളപ്പണമായിട്ട് സഹകരണ മേഖലയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ 30,000 കോടി രൂപയുണ്ടെങ്കിൽ എന്തിന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഇളവുകൾ സഹകരണ ബാങ്കുകൾക്ക് നൽകി, ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകി? അവരോട് പണം വാങ്ങാൻ സമ്മതം കൊടുത്തിരുന്നല്ലോ, അത് പിന്നീടല്ലേ പിൻവലിച്ചത്. അപ്പോൾ പണം അവിടെ നിക്ഷേപിക്കപ്പെട്ടു, കള്ളപ്പണം ഉണ്ടെങ്കിൽ അവർക്ക് അനുമതി കൊടുത്തു എന്നുള്ളത് വാസ്തവവിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഈ 14 കോടി രൂപ നിക്ഷേപിച്ചതിൻ്റെ കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്, ഓരോ ദിവസത്തെ നിക്ഷേപത്തിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞു. എവിടുന്നാണ് കണക്ക് ചോദിക്കുന്നത്? കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ കണക്ക് ചോദിക്കുന്നത്. അതിൻ്റെ ആധികാരികത വെച്ചല്ലേ പ്രസ്താവനകൾ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൃത്യമായി സഹകരണ മേഖലയിൽ കണക്കുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം. ഈ കണക്കിലൊക്കെ കൃത്രിമം വരുത്തുമെന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ഇടപെടുകയാണ്, ഇനി സമയം കുറവാണ്. എനിക്ക് ശ്രീ വി മുരളീധരനിലേക്കും അവസാനം മന്ത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ വി മുരളീധരൻ, ജില്ലാ ബാങ്കുകൾക്ക് ആദ്യം കൊടുത്തിരുന്നു അനുമതി, പിന്നീട് അത് റദ്ദാക്കപ്പെട്ടു. അർബൻ ബാങ്കുകൾക്ക് നിലനിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇരട്ട നീതിയും ഒരു ആശയക്കുഴപ്പവും എന്തുകൊണ്ടെന്നാണ് ആവർത്തിച്ച് മന്ത്രി അടക്കം ചോദിക്കുന്നതിനുള്ള മറുപടി? അല്ല, ലിജു പറഞ്ഞതിൽ വസ്തുതാപരമായിട്ട് തെറ്റുണ്ട്. ഈ നവംബർ മാസം 14-ാം തീയതി നോട്ടുകൾ മാറ്റി വാങ്ങാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. പക്ഷേ എല്ലാ അർബൻ ബാങ്കുകൾക്കും ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും മറ്റ് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ളത് പോലെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനുള്ള
ഉത്തരവ്. ആ ഉത്തരവ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട് ഈ നവംബർ മാസം 14-ാം തീയതി. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന്റെ പിന്നിലുള്ള കാരണം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിലാണ്. വടക്കാഞ്ചേരിയും അതുപോലെ ചെറുവള്ളിയും ഉൾപ്പെടെയുള്ള ഇതിന്റെ ഉദ്ദേശം. അവസാനമായി ശ്രീ AC മൊയ്തീൻ, ഇവിടെ ഈ സഹകരണ മേഖലയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ സംസ്ഥാനത്തൊരു പുതിയ ബാങ്ക് എന്ന നിങ്ങളുടെ ആശയവും സഹകരണ മേഖലയെ നശിപ്പിക്കാൻ പോകുന്നതാണ് എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ തോളിൽ കയറ്റി നിൽക്കുന്ന UDFന്റെ വിമർശനം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ സഹകരണ മേഖലയോട് സ്വീകരിക്കുന്ന സമീപനം, അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള സമീപനം വ്യക്തമാക്കുന്നത് തന്നെയാണ്. സഹകരണ മേഖലയോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇത്രയധികം വൈരാഗ്യം തോന്നുന്നത് എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതി നിഷേധമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടി മനസ്സിലാക്കണം. വ്യാജമായ നടത്തുന്ന വെട്ടിപ്പിനോടാണ് എതിർപ്പ്. സഹകരണ മേഖലയോട് ഒരു എതിർപ്പുമില്ല ബഹുമാനപ്പെട്ട മന്ത്രി. ഞാൻ പറയുന്നത് ആ വെട്ടിപ്പുകളുണ്ടെങ്കിൽ ശ്രീമാൻ തോമസ് ഐസക് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ചോദ്യവും ഞാൻ ചോദിച്ചിട്ടില്ല. ഇവിടെ CBI അന്വേഷണം കൊണ്ടുവരാം, NIA അന്വേഷണം കൊണ്ടുവരാം, ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷെ ശ്രീ V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ പറയുന്നത്, ഐസക് അയച്ച കത്തിൽ പറയുന്നത് ഈ സഹകരണ മേഖലയെ IT-യുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ആഷി. അതൊക്കെയാണ് ഈ ദുരൂഹത ഉണ്ടാക്കുന്നത്. ശ്രീ AC മൊയ്തീൻ